നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങൾക്കറിയാമോ, വളരെ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്. ഒരു ജീവിതമേ ഉള്ളൂ, അത് പെട്ടെന്ന് കടന്നു പോകും. അതിൽ കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വളരെയധികം അറിയപ്പെടുന്ന ഒരു പ്രസ്താവനയാണ്. ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് പെട്ടെന്ന് കടന്നു പോകും. കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഞാൻ ഇതേപ്പറ്റി വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ച് കർത്താവിന് വേണ്ടി അനേകർ ചെയ്യുന്ന പല കാര്യങ്ങളും നിലനിൽക്കാറില്ല. അത് മരവും പുല്ലും വൈക്കോലുമാണ്. അവർ ക്രിസ്തുവിന് വേണ്ടിയാണോ ചെയ്തത്? പിന്നെ ഇതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ഞാനതിന് ചെറിയ വ്യത്യാസം വരുത്തി. ഞാൻ പറഞ്ഞു, ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് പെട്ടെന്ന് കടന്നു പോകും. കർത്താവ് എന്നിൽ കൂടെ ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് ആ വ്യത്യാസം. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തതല്ല, കർത്താവ് എന്നിൽ കൂടെ ചെയ്തത്. അത് നിലനിൽക്കും. നീ ചെയ്തത് നിലനിൽക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ അത് നിൻ്റെ തലയിൽ കൂടെ വന്ന ഒരാശയമായിരിക്കാം. ഒരുപക്ഷെ പല നല്ല ആശയങ്ങൾ നിനക്കുണ്ടായെന്ന് വരാം. എന്നാൽ അത് പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങിയ ഒരാശയമല്ല. അതുകൊണ്ട് ദൈവഹിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്തും ദൈവത്തോട് ചോദിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിക്ക കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതമാണ്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരാളുടെ ഭാര്യ വിവാഹമോചനം ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, ഇതേപ്പറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചു, ദൈവം നിൻ്റെ വശത്താണെന്ന് നീ വിശ്വസിക്കുന്നു? ഈ വിവാഹമോചനം തടയാൻ ദൈവം നിൻ്റെ വശത്താണെന്ന് നീ വിശ്വസിക്കുന്നു? നിശ്ചയമായിട്ടും അവൻ നിൻ്റെ വശത്താണ്. ഞാൻ വിവാഹമോചനം വെറുക്കുന്നുവെന്ന് മലാക്കിയിൽ അവൻ പറയുന്നു. ഈ കാര്യത്തിൽ നിശ്ചയമായിട്ടും അവൻ നിന്നോടൊപ്പമാണ്. പിശാചാണ് മറ്റേ വശത്ത്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പം നിനക്ക് നിശ്ചയമുണ്ടായിരിക്കണം ദൈവം നിൻ്റെ വശത്താണെന്ന്. നിനക്കത് വിശ്വസിക്കാൻ കഴിയണം. ദൈവം എൻ്റെ വശത്താണെന്ന് എനിക്ക് ഉറപ്പില്ലാത്ത 101 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ കാര്യത്തിൽ എനിക്ക് 101% ഉറപ്പാണ്. കാരണം നീ അത് വെറുക്കുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമുക്ക് 100% ഉറപ്പുണ്ടായിരിക്കും. ദൈവം എൻ്റെ വശത്താണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, മറ്റൊരു വശത്ത് മറ്റൊരു വ്യക്തിയുണ്ട്. ദൈവം മനുഷ്യനെ ഒരു യന്ത്രമനുഷ്യനെ പോലെ അല്ല സൃഷ്ടിച്ചത്. അതുകൊണ്ട് യാന്ത്രികമായി ദൈവം ആരെയും അനുസരിപ്പിക്കത്തില്ല. ആരുടെയും കാര്യത്തിൽ ദൈവം അങ്ങനെ ചെയ്യുകയില്ല. ദൈവം ആരെയും ഒരു കാര്യത്തിൽ നിർബന്ധിക്കുകയില്ല. അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല ആളുകളും ക്രിസ്ത്യാനികളാവുമായിരുന്നു. യാന്ത്രികമായി ദൈവം ജയിച്ചിരുന്നെങ്കിൽ എല്ലാവരും ക്രിസ്ത്യാനികളാവുമായിരുന്നു, പൂർണ്ണ ഹൃദയമുള്ള ക്രിസ്ത്യാനികൾ. എന്നാൽ ദൈവം മനുഷ്യർക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി നൽകിയിരിക്കുന്നുണ്ട്. അവൻ ആളുകളെ നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ എത്രമാത്രം ദുഷ്ടതയുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ ദൈവം എൻ്റെ വശത്തുണ്ടെന്നറിയുന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. 10,000 പേര് മറുവശത്തുണ്ടെന്നുള്ളതൊരു വിഷയമല്ല. ഭൂരിപക്ഷം എപ്പോഴും ദൈവത്തോടൊപ്പം ഉള്ള ഒരാളാണ്. എത്ര ആളുകളും മറുവശത്തുണ്ടായിരിക്കട്ടെ, ദൈവം നിൻ്റെ വശത്തുണ്ടെങ്കിൽ സഹോദര, നീയാണ് ഭൂരിപക്ഷം. അത് നിശ്ചയമാണ്. 6 ലക്ഷം ഇസ്രായേൽ മക്കൾ ഒരു വശത്ത്, മറുവശത്ത് യോശുവയും കാലേബും ദൈവത്തോടൊപ്പം. ഇവിടെ ഭൂരിപക്ഷം ആർക്കാണ്? യോശുവയ്ക്കും കാലേബിനുമാണ്. കാരണം ദൈവം അവരോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് അറിയുന്നത് എത്ര മനോഹരമായ കാര്യമാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയും, ആമേൻ, അങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, വേദപുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല നിർവചനം ഈ വാക്യമാണെന്ന്. യോഹന്നാൻ 15:5 ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും. മാനുഷികമായി പറഞ്ഞാൽ എനിക്കൊരിക്കലും സാധ്യമല്ല പുതിയ നിയമത്തിൻ്റെ ഈ നിലവാരം അനുസരിച്ച് ജീവിക്കുന്നത്. അസാധ്യമായിട്ട് നമുക്ക് തോന്നും. ഇതാണ് ആ വാക്യം, യോഹന്നാൻ 15:5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ചിന്തിക്കാം. ഇസ്രയേലിൽ ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു ആ ഉദാഹരണം അവരോട് പറഞ്ഞത്. ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ ആപ്പിൾ മരമാണ്. അത് ഈ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഞാൻ ആപ്പിൾ മരവും നിങ്ങൾ അതിലെ കൊമ്പുകളുമാണ്. എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ പോയി ഈ ആപ്പിൾ മരത്തിൻ്റെ കൊമ്പിനോട് നിങ്ങൾ ചോദിക്കുകയാണ്, ഇത്ര മധുരമുള്ള ആപ്പിൾ വർഷങ്ങളായിട്ട് നീ എങ്ങനെയാണ് കായ്ക്കുന്നത്? കൊമ്പ് പറയും, ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ പരിശ്രമം കൊണ്ട് ഒരാപ്പിൾ പോലും കായ്ക്കാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങൾ പറയും, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ താഴ്മ ധരിച്ച് എനിക്ക് സ്വയമായിട്ട് ആപ്പിളൊന്നും കായ്ക്കാൻ കഴിയത്തില്ലെന്ന് പറയരുത്. അവൻ പറയും, ഞാൻ താഴ്മ ധരിക്കുകയല്ല, സത്യമാണ്, എനിക്ക് ഈ ആപ്പിൾ കായ്ക്കാൻ അറിയില്ല. നിങ്ങൾ ചിന്തിക്കും അവൻ താഴ്മ അഭിനയിക്കുകയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല.
പൂർണ്ണമായ സത്യമാണ് അവൻ പറയുന്നത്. എനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു ദൈവമനുഷ്യൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അവൻ താഴ്മ അഭിനയിക്കുകയാണെന്ന്. എന്നാലല്ല, അവൻ ആ മരത്തിൻ്റെ കൊമ്പ് പോലെ തന്നെയാണ്. ഈ മരത്തിൽ നിന്ന് മുറിച്ച് മാറ്റിയാൽ ആ സമയത്ത് തന്നെ, കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഞാൻ ആപ്പിൾ കായ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പോലും എനിക്ക് പിന്നീട് ഒരിക്കലും ആപ്പിൾ കായ്ക്കാൻ കഴിയില്ല. നിങ്ങൾ സമ്മതിക്കുന്നോ? ആ വൃക്ഷമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നിസ്സഹായതയോടെ കർത്താവിനെ ആശ്രയിക്കുന്നതാണ്. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അംഗീകരിക്കുന്നതാണ്. എനിക്കൊരു പാപത്തെയും ജയിക്കാൻ കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ചെയ്യാൻ എനിക്ക് കഴിയില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പൂർണ്ണമായിട്ടും കർത്താവിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. എന്നാൽ കർത്താവ് എന്നെ സഹായിക്കുന്നെങ്കിൽ ഞാൻ ഫലം കായ്ക്കും. എത്ര ഫലം വേണമെങ്കിലും പരിധിയില്ലാതെ നിരന്തരമായിട്ട് ഫലം കായ്ക്കുന്ന ആ കൊമ്പിലേക്ക് നോക്കിക്കേ. എത്രയോ വർഷങ്ങളായിട്ട് യാതൊരു പരിശ്രമവും ഇല്ലാതെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ആ വൃക്ഷത്തിൽ നിന്ന് ഒഴുകി വരുന്ന ആ ജീവരസം ഒരു തടസ്സവുമില്ലാതെ തന്നിലേക്ക് ഒഴുകി വരുമെന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ്. അതുമാത്രം ഉറപ്പുവരുത്തിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വൃക്ഷത്തിലെ ഒരു കൊമ്പ് ഉണങ്ങി നിൽക്കുന്നത്. നിങ്ങൾക്കറിയാലോ, കുറച്ച് കഴിയുമ്പോൾ അത് ഒടിഞ്ഞു വീഴും. എന്താ സംഭവിച്ചത്? അതിലേക്ക് ആ ജീവരസം ഒഴുകി വരുന്ന ആ ചാനലുകളിൽ തടസ്സം നേരിട്ടു. ആ ജീവരസം അതാ മരത്തിൽ നിന്നൊഴുകി ആ കൊമ്പിലേക്ക് എത്തേണ്ടതാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ചിത്രമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം എല്ലാ സമയത്തും തുറന്നു വയ്ക്കണം. എങ്ങനെയാണ് അത് അടഞ്ഞു പോകുന്നത്? ഒരു ദുർമനസാക്ഷി കാരണമാണ്. അതിനെ തടയുന്നത് പാപമല്ല, ഏറ്റുപറയാത്ത പാപങ്ങൾ കാരണമാണ് അത് അടഞ്ഞു പോകുന്നത്. അതൊരു പാപമാണെന്ന് നീ അംഗീകരിക്കുന്നില്ല, അതിൽ നിന്ന് നീ തിരിയുന്നില്ല, അത് നീ ഏറ്റുപറയുന്നുമില്ല. ഒരു പക്ഷേ നീ തെന്നി വീണിരിക്കാം, അത് പരിശുദ്ധാത്മാവിനെ തടയുന്നില്ല. നീ അത് പെട്ടെന്ന് ഏറ്റുപറയുന്നെങ്കിൽ. നിങ്ങളുടെ കാലയിൽ ഒരു മുള്ളു തറച്ചു, പെട്ടെന്ന് നിങ്ങളെ ദൂരിക്കളയുമോ? നീ അതേക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ, ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, പെട്ടെന്ന് തന്നെ അത് എടുത്തു കളയും. ആ മുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ല. ഇതുപോലെ പാപത്തിൽ നിങ്ങൾ വീണുപോയാൽ നിങ്ങൾ പറയും, ഞാനതിൻ്റെ ഭാഗമല്ലല്ലോ. നിങ്ങൾ വീണ്ടും ജനിച്ചവനാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയുക, അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. ശരിയാണ്, ഞാൻ തെന്നി അവിടെ വീണു, എന്നാൽ ഞാൻ അവിടെ കിടക്കുകയില്ല. എങ്കിൽ നിങ്ങൾക്കൊരു നല്ല മനസാക്ഷിയുണ്ട്. നിങ്ങളെ ഉത്സാഹിപ്പിക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോസ്തല പ്രവർത്തികൾ 23-ാം അധ്യായം. അപ്പോസ്തല പ്രവർത്തികൾ 23-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് ഒരു കോടതിയിൽ മഹാപുരോഹിതന് മുമ്പാകെ നിൽക്കുന്ന സമയത്ത് അവനൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ അവന് 60 വയസ്സോളം പ്രായമുണ്ട്. ഈ 60 വയസ്സുള്ള മനുഷ്യൻ 30 വയസ്സുള്ളപ്പോഴാണ് മാനസാന്തരപ്പെട്ടത്. അതിനു മുമ്പ് അവൻ യഹോവ ഭക്തനായ ഒരു യഹൂദനായിരുന്നു. അവൻ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസം വരെ 60 കൊല്ലം കേവലം നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു. അവൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് 10 കൽപ്പനകൾ ആചരിക്കുന്ന ഒരു ഭക്തനായിരുന്നു. അവൻ മാനസാന്തരപ്പെട്ട ശേഷം അവൻ്റെ മനസ്സാക്ഷി കൂടുതൽ സംവേദനാശീലമുള്ളതായി. അവനൊരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് പറഞ്ഞ ഉടനെ തന്നെ മഹാപുരോഹിതൻ ചിന്തിക്കാൻ തുടങ്ങി, ഇങ്ങനെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ്റെ അരികെ നിന്നവരോട് അവൻ്റെ വായ്ക്കടിക്കാൻ കൽപ്പിച്ചു. നമുക്ക് കാണാം, പൗലോസ് അപ്പോൾ തന്നെ കോപിച്ചു. ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ശൂരെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവനൊരു നല്ല മനസാക്ഷി ഉണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ ഇന്നയോളം നല്ല മനസാക്ഷിയോടെ ജീവിച്ചിരിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവൻ പാപം ചെയ്തു. അവൻ ചെയ്ത പാപമായിരുന്നു. അത് പാപമായിരുന്നു എന്നറിയാനുള്ള വഴി യേശു ഇതേ സാഹചര്യത്തിൽ എന്ത് ചെയ്തു എന്ന് നോക്കുകയാണ്. മഹാപുരോഹിതന് മുമ്പിൽ യേശു നിന്നപ്പോൾ അവനെയും അടിച്ചിരുന്നു. യേശു പറഞ്ഞു, ദൈവം നിന്നെ അടിക്കും, വെള്ള തേച്ച ചുവരെയെന്നു? ഒരിക്കലുമില്ല. യേശു അവിടെ മൗനമായിട്ട് നിന്നു. നമുക്കറിയാം, പാപമെന്ന് പറഞ്ഞാൽ അത് യേശുവിൻ്റെ നിലവാരത്തിന് താഴെ വരുന്നതാണെന്ന്. അതിൽ താഴെ വരുന്നതൊക്കെ പാപമാണ്. ഞാൻ പാപത്തെ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. പാപത്തിന് പല നിർവചനങ്ങളുമുണ്ട്. താഴെ ഒരു നിർവചനം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. എന്നാൽ ഇതാണ് പാപത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിർവചനം. ഇതാണ് വേദപുസ്തകം പറയുന്ന നിർവചനം. കാരണം നമ്മൾ വായിക്കുന്നു, എല്ലാവരും പാപം ചെയ്തു. ദൈവ തേജസ് എന്താണ്?
ഇല്ലാത്തവരായി തീർന്നു. റോമർ 3:23. യോഹന്നാൻ 1:14 യേശുക്രിസ്തുവിലാണ് ആ തേജസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും പാപം ചെയ്ത് യേശുക്രിസ്തുവിലുണ്ടായിരുന്ന തേജസ്സിൽ കുറവുള്ളവരായി. അതാണ് പാപം. യേശുക്രിസ്തുവിൻ്റെ നിലവാരത്തിൽ താണതാണ് പാപം. പൗലോസിനും ഇവിടെ അത് സംഭവിച്ചു. അപ്പോൾ അവൻ്റെ നല്ല മനസാക്ഷിയോ പെട്ടെന്ന് തന്നെ അവനത് മനസ്സിലായപ്പം അവനത് ഏറ്റു പറഞ്ഞു. അവൻ ആ മുള്ളെടുത്തു കളഞ്ഞു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തെന്നി വീണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ പെട്ടെന്ന് അതിൽ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്കൊരു നല്ല മനസാക്ഷി കിട്ടും. അങ്ങനെ ആ ജീവരസം പിന്നെയും ഒഴുകും. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, അതിന് മറ്റൊരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാൽ, എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിച്ചാൽ, അല്ലെങ്കിൽ ആദാമിനെ പോലെ കർത്താവെ സത്യത്തിൽ പ്രശ്നം എൻ്റെ ഭാര്യയുടേതാണ്, അവളാണ് ആ ഫലം എനിക്ക് തിന്നാൻ തന്നത്, ഇത് നീ മറക്കരുത്, നീയാണ് ഇവളെ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് തന്നത്, നിനക്കും ആ കുറ്റത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ഇങ്ങനെയാണ് കുറ്റപ്പെടുന്നത് നീണ്ടുപോകുന്നത്. അങ്ങനെ അവൻ ആ പർദീസയിൽ നിന്ന് പുറത്തായി.